ഹായ് ഗൈസ്, അങ്ങനെ ശ്രീകാന്ത് ഹോട്ടൽ ഓണർ ആയിട്ടുള്ള പ്രിയയെ പൊക്കി എടുത്തോണ്ട് പോകുന്ന രംഗം വർഷ കാണാണ്. ഇത് കണ്ട വർഷ ശരിക്കും സ്തംഭിച്ച് പോവാണ് കേട്ടോ. പിന്നെ വർഷ മറ്റൊന്നും ചിന്തിക്കാതെ ശ്രീകാന്തിന്റെ നേരെ നടന്നിട്ട് പ്രിയയുടെ മുന്നിൽ വെച്ച് ശ്രീകാന്തിന്റെ കരണത്തൊരണം കൊടുക്കാണ്. എന്നിട്ട് വർഷയുടെ ഒരു ഡയലോഗ് ഉണ്ട്, നീ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ ഇത്. എന്തായാലും ഇത്രയും വലിയ ഗിഫ്റ്റ് ശ്രീകാന്തിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി നിന്നെ പോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ ഈ വർഷയെ കിട്ടുമെന്ന് കരുതണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം. ഇനി ശ്രീകാന്തിന്റെ ഒപ്പം ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വർഷ നേരെ വന്ന ഓട്ടോ തന്നെ കയറി പോകുന്നത്. പിന്നീട് നടക്കുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ്. വർഷ നടന്ന വിവരങ്ങളൊക്കെ സച്ചിയോട് ചെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട സച്ചി കട്ട കലിപ്പിൽ നിൽക്കാൻ കേട്ടോ. വർഷയാണെങ്കിൽ ചന്ദ്രോദയത്ത് വന്ന് ബഹളം വെക്കുന്നുണ്ട്. തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ഒറ്റ ഇരുത്തമാണ് കേട്ടോ. ആരെന്തൊക്കെ പറയുന്നതും കേൾക്കാതെ വർഷ പെട്ടിയെടുത്ത് നേരെ തന്റെ വീട്ടിലോട്ട് പോവാണ്. എന്നാൽ ശ്രീകാന്തിനാണെന്നുണ്ടെങ്കിൽ പ്രിയെ ഹോസ്പിറ്റലാക്കാതെ എങ്ങോട്ടും വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് ശ്രീകാന്ത് വീട്ടിലെത്തുമ്പോഴേക്കും വർഷയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും മധുസൂദനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ മഹിമക്ക് അതത്ര സന്തോഷമായിട്ട് തോന്നുന്നില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് മധുസൂദനും മഹിമയും കൂടി ചന്ദ്രോദയത്തിലോട്ട് വരുന്നുണ്ട്. പിന്നെ വമ്പൻ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. ശ്രീകാന്ത് വർഷയുടെ കാലും കൈയും പിടിച്ചിട്ടും ഒരു തരി പോലും വിട്ടുകൊടുക്കാൻ വർഷ തയ്യാറാകുന്നില്ല. അപ്പൊ ആ ഒരു വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് വർഷ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഹോട്ടലിലോട്ട് പോവാൻ ഇറങ്ങുന്നതാണ്. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോട്ടലാണെന്നുണ്ടെങ്കിൽ പൂ കൊണ്ട് അലങ്കരിക്കാണ് രേവതി. സച്ചിയും ഒരു ഭാഗത്ത് തകർപ്പൻ പണിയിലാണ് കേട്ടോ. എന്നാൽ ഈ സമയത്താണ് വർഷ അങ്ങോട്ട് വരുന്നത്. രേവതി ചേച്ചി, സച്ചേട്ടാ, എന്താ വർഷേ? അതെ, ഞാൻ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടുവരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞില്ലേ? ഇനി ഞാൻ പോയി ശ്രീകാന്തിനെ ഹോട്ടലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് പൊളിക്കാം. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം വർഷേ, ഞാനും വരാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അവനെ വിളിക്കാൻ പോവാം. അത് വേണ്ട സച്ചേട്ടാ, ഇവിടെ ആരെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ട് രേവതി ചേച്ചിയും സച്ചേട്ടനും ഇവിടെ തന്നെ നിന്നോ. ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. അവിടെ ഹോട്ടലിൽ ശ്രീകാന്തിന് വണ്ടി ഉണ്ടല്ലോ, തിരിച്ചങ്ങനെ വരാം. എന്നാ പിന്നെ നീ അങ്ങനെ ചെയ്തോ വർഷേ. അപ്പൊ രേവതി പറയുന്നുണ്ട്, വർഷേ, ശ്രീകാന്തിന് എന്തൊക്കെയോ ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവോ? ഇനിയിപ്പൊ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചേച്ചി, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. ഇന്ന് എന്തായാലും ഒരിക്കലും തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മറിഞ്ഞ് ഞാൻ ശ്രീകാന്തിനെ വിടത്തില്ല. ചേച്ചി, ഒട്ടും സമയമില്ല, ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് വർഷ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. എന്നിട്ട് ഒരു ഓട്ടോയും വിളിച്ചിട്ട് നേരെ ശ്രീകാന്തിന്റെ ഹോട്ടലിലോട്ട് ചെല്ലുകയാണ്. ഹോട്ടലിലാണെങ്കിലോ പ്രിയക്ക് ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അത്രയും വേദനയാണ് കേട്ടോ കാലിന്. അയ്യോ ശ്രീകാന്തേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല ശ്രീകാന്തേ. പ്രിയെ, എങ്ങനെയെങ്കിലും നടന്നേ പറ്റൂ. നടക്കാതെ പിന്നെ നമ്മൾ എങ്ങനെയാ ഹോസ്പിറ്റലിൽ എത്തുക? ശ്രീകാന്തേ, എനിക്ക് പറ്റാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറയൂ. എനിക്കൊരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അത് ശരി, തനിക്ക് നടക്കാനും പറ്റത്തില്ല, ഞാൻ എടുക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? പിന്നെ എങ്ങനെയാ ഹോസ്പിറ്റലിൽ എത്തുക? ദേ, ഇപ്പൊ തന്നെ കാലിൽ നീര് വെച്ച് തുടങ്ങി. ഇനിയൊന്നും പറയണ്ട, ഞാൻ നിന്നെ എടുക്കാൻ പോവാ. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ വർഷ ഓട്ടോയിൽ വന്നിട്ട് ഹോട്ടലിന്റെ മുന്നിൽ ഇറങ്ങാണ്. ചേട്ടാ, എത്രയും മോളെത്രയും കൊടുക്കാറില്ലെന്ന് വെച്ച് അത്ര തന്നാ മതി. വർഷയാണെങ്കിൽ ബാഗിൽ നിന്ന് എടുക്കുന്നത് ഒരു 500ന്റെ നോട്ടാണ് കേട്ടോ. ഇത് കണ്ട വർഷ മനസ്സിൽ കരുതുന്നുണ്ട്, ഇന്നെന്തായാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഈ 500 തന്നെ കൊടുത്തേക്കാം. ചേട്ടാ, ഇത് വെച്ചോ. മോളെ, ഇത്രയൊന്നും ആവില്ല, ബാക്കി ചേട്ടൻ അത് വെച്ചോ. ഇത് എൻ്റെ ഒരു സന്തോഷത്തിനാ. അയ്യോ മോളെ, ചേട്ടൻ ഒന്നും പറയണ്ട, അത് ചേട്ടൻ വെച്ചോ. അയ്യോ മോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓട്ടം ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അയ്യോ ആണോ? എന്നാ ചേട്ടൻ ഇതൂടി വെച്ചോ. വേണ്ട മോളെ, ഇത് തന്നെ തന്നത് ധാരാളമാണ്. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി ഏട്ടാ. ഇതും പറഞ്ഞുകൊണ്ട് ഹോട്ടലിന്റെ മുന്നിലോട്ട് നേരെ നടന്നു വരാണ് വർഷ. ആ സമയത്താണ് നമ്മുടെ ശ്രീകാന്തിന്റെയും പ്രിയയുടെയും എൻട്രി. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പ്രിയയെ കൈകൊണ്ട് വാരിയെടുത്ത രീതിയിലാണ് കേട്ടോ പുറത്തോട്ട് വരുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വർഷ അകത്തോട്ട് വരുന്നത്. ഇത് കണ്ട് വർഷ ഒരു നിമിഷം സ്റ്റക്കായി പോവാണ്. ഇത് കണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ വർഷ നോക്കി നിൽക്കുന്നത്. എന്നാൽ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ നേരെ നടന്നു വരുമ്പോൾ വർഷയെ കാണുന്നുണ്ട്. വർഷയെ കണ്ട പാടെ തന്നെ ശ്രീകാന്തും അവിടെ സ്റ്റക്കായി നിൽക്കാൻ കേട്ടോ. വർഷയല്ലേ ഇത്? വർഷ ഇപ്പം എന്താ ഇവിടെ? ഇത് കേട്ട പ്രിയ വർഷയെ നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ശ്രീകാന്ത്, വർഷ എന്ത് ഈ സമയത്ത് ഇവിടെ? ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പ്രിയ പറയുന്നുണ്ട്, ദേ ശ്രീകാന്തേ, എന്നെ താഴെ ഇടരുതേ. താഴെ ഇട്ട എൻ്റെ നടുവും കൂടി ഒടിയും. ദേ, കാലിന് തന്നെ നല്ല വേദനയാ. എന്നെ താഴെ ഇടരുത്. നീ തന്നെ എന്നെ പൊക്കിയത്. പ്രിയേ, നിനക്കിവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, എൻ്റെ കാലിന് നല്ല വേദനയാ. എനിക്ക് നിൽക്കാൻ പോയിട്ട് ഇരിക്കാൻ പോലും പറ്റില്ല. ഇതെന്തൊരവസ്ഥയാ. എന്നാൽ ഇത് കണ്ടോണ്ട് വർഷയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വർഷ നേരെ ശ്രീകാന്തിന്റെ മുന്നിലോട്ട് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്തിന്റെ പ്രിയയുടെയും മുന്നിൽ നിൽക്കാണ് കേട്ടോ. എന്താ ശ്രീകാന്ത് ഇത്? അത് പിന്നെ വർഷ ഒന്നും പറയണ്ട.
നീ പറയുന്നത് ഒരു അക്ഷരം പോലെ എനിക്ക് കേൾക്കാൻ വേണ്ട. ഈ ഹോട്ടലിലെ നിന്റെ ജോലി പാചകമാണോ അതോ ഇവളെ എടുത്തോണ്ട് നടക്കലാണോ? വർഷേ, നീ ഒന്നും അറിയാതെ സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. ഞാനിപ്പോ നേരിട്ട് കണ്ടല്ലോ. ഇതിൽ കൂടുതൽ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? വർഷേ, ഞാൻ പറയുന്ന മതി. നീ ഇനി എന്ത് കള്ളം പറയാൻ വന്നാലും ഞാനത് വിശ്വസിക്കില്ല ശ്രീകാന്തേ. നിനക്ക് എന്നെ നേരിട്ട് കണ്ടിട്ടും ഇവളെ താഴെ ഇറക്കാൻ തോന്നുന്നില്ലല്ലേ? അത് പിന്നെ പ്രിയയുടെ കാലിന് എന്താ കുരുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താ? അതിനു വേണ്ടി നീ ഇവളെ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? വർഷേ, ഇവളിവിടെ തെന്നി വീണു. മതിയാക്ക്. ഇവള് തെന്നി വീണതായിരിക്കില്ല, മനഃപൂർവ്വം തെന്നി വീണതായിരിക്കും. ഇത് കേട്ടപ്പോ മീരയ്ക്ക് ദേഷ്യം വരാനിട്ടോ. മീര പറയുന്നുണ്ട്, ശ്രീകാന്തേ, ഈ വർഷം എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണേടി? എൻ്റെ അമ്മ നിങ്ങളെ പുറത്ത് വെച്ച് കണ്ടപ്പോഴും പല തവണ എന്നോട് പറഞ്ഞതാ നിന്നെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. ആ സമയത്ത് ഇവനോടുള്ള വിശ്വാസം കാരണം ഞാനത് കാര്യമാക്കിയില്ല. എന്നാ കൊള്ളാം, ഇപ്പൊ വന്നതുകൊണ്ട് രണ്ടിനെയും പിടികൂടാൻ പറ്റി. വർഷേ, എന്തൊക്കെയാ നീ പറയുന്നത്? നിന്റെ വാക്കുകൾ കുറച്ച് കടന്നു പോകുന്നുണ്ട് വർഷേ. സത്യം പറയുമ്പോൾ ശ്രീകാന്തിന് പൊള്ളുന്നുണ്ടല്ലേ? നീ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റ് ആയിരിക്കും ഇത്. എന്തായാലും ഈ ഗിഫ്റ്റ് കൊള്ളാം. ശ്രീകാന്ത് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത്രയ്ക്കും വിശ്വാസമായിരുന്നു എനിക്ക് തന്നോട്. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഒരു നിമിഷം പോലും ഞാൻ നിന്റെ ലൈഫിൽ കടിച്ചു തൂങ്ങില്ല. ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ശ്രീകാന്തിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എനിക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ വർഷം കിട്ടാൻ ഏതറ്റം വേണമെങ്കിലും പോവും. ഇതും പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവാണ് കേട്ടോ. വർഷം ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അയ്യോ ശ്രീകാന്തേ, എൻ്റെ കാലിൽ നല്ല പെയിനുണ്ട്. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക് പ്ലീസ്. അതിനുശേഷം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. സോറി പ്രിയേ, ഒരു മിനിറ്റ്. എടാ സന്തോഷേ, ആ വണ്ടി ഒന്ന് എടുക്ക്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു സ്റ്റാഫ് പോയിട്ട് കാർ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു വിധത്തിന് ശ്രീകാന്തും സ്റ്റാഫും കൂടി ചേർന്നിട്ട് പ്രിയെ വണ്ടിയിലേക്ക് കയറ്റിയിരുത്താണ്. പ്രിയേ, ഞാൻ ഫ്രണ്ടിൽ കയറാം. വേണ്ട ശ്രീകാന്ത് എൻ്റെ കൂടെ ഇരിക്കും. എനിക്കിപ്പോൾ നല്ല പെയിനുണ്ട്. ഒരാളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ശരി, എന്നാ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കാം. എടാ, നീ വണ്ടി എടുത്തോ. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കാറിന്റെ പിന്നിൽ കയറി ഇരിക്കുകയാണ്. എന്നാ പ്രിയയ്ക്കാണെന്നുണ്ടെങ്കിൽ വേദന ഉണ്ടെങ്കിലും അത്ര അസഹനീയമായി സഹിക്കാൻ പറ്റാത്ത വേദനയൊന്നുമില്ല. അത് പ്രിയയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പ്രിയ ശ്രീകാന്തിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അവന്റെ ഒരു ഭാര്യ, അവൾ ആരാന്ന വിചാരം? എന്നെയൊന്ന് എടുത്തപ്പോഴത്തേക്കും അവൾക്ക് ഡിവോഴ്സ് വേണത്രേ. എന്നാ പിന്നെ നീ ശ്രീകാന്തിനെ ഡിവോഴ്സ് ചെയ്യടി. ഇതുപോലൊരു ആണിനെ കിട്ടാൻ വേണ്ടി പെമ്പിള്ളേര് ക്യൂ നിൽക്കുക. നീ പോയാ ഇവന് ഞാനുണ്ട്. പ്രിയ, ഇപ്പൊ വേദന കുറവുണ്ടോ? ഒട്ടും കുറവില്ല. വേദന കൂടി വരിക ശ്രീകാന്തേ. ഇതുപോലുള്ള ഹീൽസുകളൊക്കെ ഇട്ട് നടന്നാലേ വഴുതി വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശ്രീകാന്തേ, നീ ഈ സമയത്ത് എന്നെ കുറ്റപ്പെടുത്താതെ. ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നില്ല. ചിലതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുക. ശ്രീകാന്ത് അത് ആലോചിക്കുമ്പോൾ പ്രിയ വിഷയം മാറ്റാനിട്ടു. അയ്യോ ശ്രീകാന്തേ, എനിക്ക് കാല് വേദനിക്കുന്നു. ഒന്ന് നോക്കി നിൽക്കാതെ തടവ് ശ്രീകാന്തേ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കാല് തടവി കൊടുക്കാനിട്ടോ. എന്നാൽ ആ സമയത്താണെങ്കിൽ ശ്രീകാന്തിന്റെ കൂട്ടുകാരനാണ് വണ്ടി ഓടിക്കുന്നത്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ശ്രീകാന്തിനെയും പ്രിയയും മാറി നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വർഷ ചന്ദ്രോദയത്തിൽ എത്തുന്നതാണ്. സച്ചിയും രേവതിയും റെഡി ആവാൻ വേണ്ടി പോവാനിട്ടോ. അപ്പോഴാണ് വർഷ വരുന്നത്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, രേവതി, വർഷ വന്നല്ലോ. വർഷേ, ശ്രീകാന്ത് എവിടെ? എന്നാ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ ദേഷ്യപ്പെട്ടോണ്ട് വന്ന പാടെ തന്നെ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് സോഫയിൽ ഒരൊറ്റ ഇരുത്താണ് കേട്ടോ. വർഷേ, ഞാൻ നിന്നോടാ ചോദിച്ചത്, ശ്രീകാന്ത് എവിടെ? എന്നാ ഇത് കണ്ടോണ്ട് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രേവതി, വർഷ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇവിടുന്ന് ഹാപ്പിയായി തുള്ളിച്ചാടി പോയവളാണല്ലോ. ശ്രീകാന്തിനെ കൂടെ കാണാനില്ല. എനിക്കൊന്നും അറിഞ്ഞൂടെ സച്ചേട്ടാ. ചോദിക്കുന്നതിനൊന്നും വർഷ മറുപടി തരുന്നില്ല. നീ ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്ക്. ശരി. വർഷേ, ശ്രീകാന്ത് എവിടെ? നിങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും വഴക്കുണ്ടായോ? തല്ലുകൂടിയോ? ഒരു ശ്രീകാന്ത്, അവനെ കുറിച്ച് രേവതി ചേച്ചി ഒരു അക്ഷരം എന്നോട് ചോദിക്കരുത്. ഇതെന്തു പറ്റി വർഷേ? നീ ഇവിടുന്ന് തുള്ളിച്ചാടി ശ്രീകാന്തിനെ വിളിക്കാൻ പോയതല്ലേ? അതെ, അവനെ വിളിക്കാൻ പോയതായിരുന്നു. ആ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, പിന്നെന്തു പറ്റി വർഷേ? അവൻ വരില്ലെന്ന് പറഞ്ഞോ? എന്തെങ്കിലും ഹോട്ടലിൽ തിരക്കോ മറ്റോ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലും അവൻ വരാതിരിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ രണ്ടെണ്ണം പൊട്ടിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. വേണ്ട സച്ചേട്ടാ, അങ്ങനെയുള്ളവരെ കൊണ്ടുവരാതിരിക്കുന്നതാ നല്ലത്. എന്തൊക്കെയാ വർഷ നീ പറയുന്നത്? നീ പോയിട്ട് എന്താ സംഭവിച്ചത്? അതാദ്യം തുറന്നു പറ. എന്നാലല്ലേ എനിക്കും രേവതിക്കും കാര്യം മനസ്സിലാവൂ. സച്ചേട്ടാ, ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യാൻ പറ. ക്യാൻസൽ ചെയ്യാനോ? ഇതെന്താ അവസാന നിമിഷം വെച്ച് ക്യാൻസൽ ചെയ്യാനൊക്കെ പറയുന്നത്? നിങ്ങളുടെ ചെറിയ പിണക്കങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തീർക്കണം. അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ, അവർ തമ്മിൽ എന്തോ നടന്നിട്ടുണ്ട്. വർഷേ മോളെ, എന്താ സംഭവിച്ചത്? നീ രേവതി ചേച്ചിയോടും സച്ചേട്ടനോടും കാര്യം പറ. അവനെന്താ തിരക്കുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞേ പോട്ടായിരുന്നു സച്ചേട്ടാ. പക്ഷെ ഞാൻ കണ്ടത്
അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യോ വർഷേ, ഇങ്ങനെയൊക്കെ കരയാനും വിഷമിക്കാനും മാത്രം അവിടെ എന്താ സംഭവിച്ചത്? സച്ചേട്ടാ എന്തോ പറ്റിയിട്ടുണ്ട്. സച്ചേട്ടനൊന്ന് ശ്രീകാന്തിനെ വിളിക്ക്. അവന് ഞാൻ ഇപ്പം വിളിക്കാം. വർഷമോളെ എന്തു പറഞ്ഞ വിഷമിപ്പിച്ചെന്ന് എനിക്കറിയണം. വേണ്ട സച്ചേട്ടാ, എനിക്കും വേണ്ടി ആരും ശ്രീകാന്തിനെ വിളിക്കണ്ട. എന്നാൽ ഇത് കേട്ടോണ്ടാണ് കേട്ടോ ചന്ദ്രമതിയും രവി അങ്ങോട്ട് വരുന്നത്. അപ്പം തന്നെ രവി ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ വർഷമോൾ എന്തിനാ കരയുന്നേ? അച്ഛാ, ആ ശ്രീകാന്ത് എന്തോ പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് അത് വിഷമായിട്ടുണ്ട്. ശ്രീകാന്തോ? അവനെന്ത് വർഷയോട് പറയാനാ? ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോളെ വർഷേ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇതിന് മാത്രം എന്താ സംഭവിച്ചത്? അമ്മേ, എന്തായാലും ശ്രീകാന്തിന്റെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വർഷ വെറുതെ ഇങ്ങനെ കരയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ശ്രീകാന്തിനെ വിളിച്ചു നോക്കാം. ആ, നീ ശ്രീകാന്തിനെ വിളിക്ക്. വേണ്ട സച്ചേട്ടാ, എനിക്ക് വേണ്ടി ഇവിടുന്ന് ആരും ശ്രീകാന്തിനെ വിളിക്കണ്ട. ഞാൻ പോവുക. പോവേ? എങ്ങോട്ട് പോവാൻ? എൻ്റെ വീട്ടിലോട്ട്. ഇനി ശ്രീകാന്തുമായിട്ടുള്ള ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തൊക്കെയാ വർഷ നീ പറയുന്നത്? ഇത് കേട്ടപ്പോൾ രവി പറയുന്നുണ്ട്, മോളെ വെറുതെ എങ്കിലും പറയാൻ പോലും അങ്ങനെ പറയരുത്. അങ്കിളിനോട് ആൻറ്റി വിശ്വാസവഞ്ചന കാണിച്ചാ അങ്കിൾ എന്തു ചെയ്യായിരുന്നു? കഴിച്ചു തൂങ്ങി ആൻറ്റിയുടെ കൂടെ തന്നെ ജീവിക്കോ? അപ്പം സച്ചി പറയുന്നുണ്ട്, വർഷേ നീ പറയുന്നത് ഞങ്ങൾക്കാർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് പറ. നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഞാൻ നിന്റെ ഭാഗത്ത് നിൽക്കും. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും നിന്റെ കൂടെ നിൽക്കും. അവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കുകയും ചെയ്യും. സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സച്ചേട്ടനോട് രേവതി ചേച്ചി വഞ്ചന കാണിച്ചെന്ന് വിചാരിക്കേ. വഞ്ചന എന്ന് വെച്ചാ അവിഹിതം. അവിഹിതോ? അതെ, അവിഹിതം എന്താന്ന് സച്ചേട്ടൻ അറിയില്ലേ? അവിഹിതം എന്താണെന്നറിയാം, പക്ഷേ അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ അനിയൻ വന്നിട്ട് ചോദിച്ചു നോക്കിയാൽ മതി. ദേ വർഷേ, വെറുതെ എൻ്റെ അനിയനെ പറ്റി അനാവശ്യം പറയരുത്. ഓഹോ, ഇപ്പം സച്ചേട്ടന് ഞാൻ പെങ്ങളല്ലേ? അതല്ല വർഷേ, ശ്രീകാന്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പം രേവതി പറയുന്നുണ്ട് കേട്ടോ, വർഷേ നിനക്ക് ശ്രീകാന്തിനെ നന്നായിട്ട് അറിയുന്നതല്ലേ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ശരി, നിങ്ങൾ പറയുന്നത് ചെയ്യുന്നില്ലെന്ന്, പക്ഷെ ഞാൻ നേരിട്ട് കണ്ടാലോ? എൻ്റെ കണ്ണുകളെ നിങ്ങൾക്ക് മൂടിക്കെട്ടാൻ പറ്റുമോ? ആരെങ്കിലും പറ. ഹെടി, നീ എന്തോന്നൊക്കെ ഈ പറയുന്നത്? എൻ്റെ മോനെ പറ്റി അപരാധം പറയുന്നോ? ആൻറ്റി 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 നിൽക്കുന്നിടത്ത് നിന്നാൽ മതി. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യമോ പറയുന്നത്. അത് ശ്രീകാന്ത് നേരിൽ കണ്ടതാ. വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രീകാന്തിനെ വിളിച്ച് ചോദിക്കേ. വർഷേ, കേട്ട് നിൽക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഉണ്ടായ കാര്യം നീ തുറന്നു പറ. സച്ചേട്ടാ, ഞാൻ ഇവിടുന്ന് എന്ത് സന്തോഷത്തോടെയാ അവനെ വിളിക്കാൻ വേണ്ടി ഹോട്ടലിലോട്ട് ചെന്നത്. എന്നിട്ട് ഞാൻ ആ ഹോട്ടലിലോട്ട് കയറി വരുമ്പോൾ കണ്ട കാഴ്ച, അവനൊരു പെണ്ണിനെയും കയ്യിൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതാ. എന്ത്? പെണ്ണിനെ ചേർത്ത് പിടിച്ച് നിൽക്കേ? അതെ സച്ചേട്ടാ, ആ ഹോട്ടലിൻ്റെ ഓണറുണ്ടല്ലോ, അവൾ ഒറ്റ ഒരുത്തിയാ അവനെ വശീകരിച്ചത്. സച്ചേട്ടൻ ഇതിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നോ ഞാനും ശ്രീകാന്തും തമ്മിൽ എന്താ പ്രശ്നമെന്ന്? അന്ന് ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിരുന്നു, സമയമാകുമ്പോൾ ഞാൻ സച്ചേട്ടനോട് പറയുന്നു. എന്നാൽ ഇപ്പം ഞാൻ പറയുക, നിങ്ങളുടെ അനിയൻ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിൽക്കണോ അതോ ഞാൻ എൻ്റെ വീട്ടിൽ പോകണോ? അപ്പം രേവതി പറയുന്നുണ്ട്, അയ്യോ മോളെ, അങ്ങനെയുള്ള അഭിപ്രായം ഒന്നും എടുക്കരുത്. അപ്പം രവി പറയുന്നുണ്ട് കേട്ടോ, മോളെ അവൻ ചിലപ്പോൾ വേണ്ട അങ്കിളെ, മതി. നിങ്ങൾ ചിലപ്പം ശ്രീകാന്തിനെ ന്യായീകരിക്കും, പക്ഷെ എനിക്കതിന് പറ്റത്തില്ല. ഞാൻ പോവും എൻ്റെ വീട്ടിലോട്ട്. എനിക്കെന്നെ ശ്രീകാന്തിനെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം സച്ചി പറയുന്നുണ്ട് കേട്ടോ, മോളെ വർഷേ, രേവതി ചേച്ചിയും സച്ചേട്ടനും ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട. ഇതിന് ഞാൻ എൻ്റെ തീരുമാനം എടുക്കുന്നത്. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവൻ എനിക്ക് സമ്മാനിച്ച ഗിഫ്റ്റാണ് ഇത്. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് വരുന്നത് അവനോട് പറയാതെ ഇരുന്നത് എത്ര നന്നായി. അതുകൊണ്ട് നേരിൽ ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. എന്തായാലും കൊള്ളാം. ഇതും പറഞ്ഞുകൊണ്ട് നേരെ റൂമിനകത്തോട്ട് കയറി ചെല്ലാനിട്ട് വർഷ. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, ജയവേട്ടാ ഇവക്കെന്താ പ്രാന്തോ? അല്ല സച്ചി, നീ ശ്രീകാന്തിനെ വിളിക്ക്. എന്തുകൊണ്ടാ ശ്രീകാന്ത് ആ പെണ്ണിനെ എടുത്തതെന്ന് അറിയണം. അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അത് എനിക്ക് ഉറപ്പുണ്ട് അച്ഛാ, പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചെന്നാ മനസ്സിലാകാത്തത്. സച്ചേട്ടാ, എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കണ്ട. സച്ചേട്ട പെട്ടെന്ന് ശ്രീകാന്തിനെ വിളിക്ക്. ശരി, ഞാനിപ്പോൾ വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ ഫോൺ ചെയ്യാനിട്ടോ. അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടർ പെട്ടെന്ന് വരുന്ന സമയത്താണ് സച്ചിയുടെ കോൾ വരുന്നത്. ഇത് കണ്ട പാടത്തിന് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ശ്രീകാന്ത് ആ ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. 2-3 തവണ വിളിച്ചിട്ടും ശ്രീകാന്ത് അത് കട്ട് ചെയ്യുന്നുണ്ട്. ഛേ, ഇവൻ കട്ട് ചെയ്യാണച്ചാ? കട്ട് ചെയ്യേ? അതിനർത്ഥം അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണോ? എനിക്കൊന്ന് അറിഞ്ഞൂടച്ചാ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇവരുടെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അതേതായാലും കുളം തോണ്ടി അവൻ. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ഇതിന് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇത്രയൊന്നും സംഭവിച്ചിട്ട് ഒരു കുഴപ്പം തോന്നുന്നില്ലേ? ഓ, എനിക്കെന്ത് കുഴപ്പം തോന്നാനാ? ആ പെണ്ണിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അത് മുഖവിലക്കെടുക്കോ? അവക്കെല്ലാം സ്വന്തം ഇഷ്ടമല്ലേ, അവൾ അങ്ങ് ചെയ്യട്ടെ. അല്ലാതെ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? കേട്ടോ അച്ഛാ, അമ്മയ്ക്ക് അവൻ്റെ ജീവിതം കുട്ടിച്ചോറായാലും കുഴപ്പമില്ല. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചി.
നീ പെട്ടെന്ന് ശ്രീകാന്തിന് ഒന്നുകൂടി വിളിക്കേ. അവൻ ഫോൺ എടുക്കുന്നില്ല അച്ഛാ, എന്തെങ്കിലും തിരക്കിലായിരിക്കും, തിരിച്ച് വിളിച്ചോളൂ. അപ്പോഴത്തേക്കും വർഷ ബാഗും പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് യാത്ര പറയാൻ ഇപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം, ഞാൻ പോവുക. ഇനി ഒരിക്കലും ഞാൻ ഈ വീട്ടിലോട്ട് തിരിച്ചു വരില്ല. ഇത് കേട്ടപ്പോൾ രവി പറയുന്നുണ്ട്, അയ്യോ മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അങ്കിളുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അങ്കിളുടെ മനസ്സിലാവും എൻ്റെ മനസ്സിലെ വേദന. ആരെന്നെ തടഞ്ഞാലും ഞാൻ പോവും. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് സച്ച രേവതിയുടെ കൈ പിടിച്ച് വെക്കുന്നുണ്ട്. രേവതി, വർഷ പോട്ടെ. സച്ചേട്ടനും കൂടി ഇതിന് കൂട്ടി നിൽക്കുകയാണോ? ഞാൻ കൂട്ടി നിന്നതല്ല. നമ്മളിപ്പോൾ ചെന്ന് വർഷയെ തിരികെ വിളിച്ചാലും വർഷ വരത്തില്ല. അവളുടെ വാശി നിനക്ക് അറിഞ്ഞൂടെ? ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ തീരുമാനിക്കാം. ആദ്യം ശ്രീകാന്ത് ഇങ്ങോട്ട് വരട്ടെ. എന്നാൽ ആ സമയത്താണ് ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി ഇതൊന്നും അറിയാതെ സുധിയും ശ്രുതിയും താഴോട്ട് വരുന്നത്. എന്നാൽ ഇവരെല്ലാവരും മാറ്റാത്തത് കണ്ടിട്ട് സുധി ചോദിക്കുന്നുണ്ട്, അല്ല സമയമായി, നിങ്ങളെന്താ ആരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്തത്? അല്ല നിങ്ങളൊക്കെ ഇത് തന്നെയാണോ ഇടുന്നത്? അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ രേവതി, ഇതൊക്കെ നീ വീട്ടിൽ നിന്ന് ഇടുന്ന സാരിയല്ലേ, ഇത് മാറ്റി വേറൊരെണ്ണം ഉടുക്ക്. അല്ലേ സുധി, ഫംഗ്ഷനെങ്കിലും വല്ലപ്പോഴും നല്ല വസ്ത്രം വല്ലതും ഇട്ടൂടെ? അപ്പൊ സച്ച അതിനുള്ള തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, ഒരുത്തിയുടെ അച്ഛനാണ് മരിച്ചിരിക്കുന്നത്, അധികമൊന്നും ആയിട്ടില്ല. എന്നിട്ടും എന്തൊരു പത്രാസില ഇറങ്ങി വന്നെന്ന് നോക്കിയേ. അവളുടെ പത്രാസിന് വല്ല കുറവുണ്ടോ? ഏയ് ഇല്ല, അവളുടെ അച്ഛനാണത്രേ മരിച്ചത്. അതിനെ അച്ഛൻ മരിച്ചെന്ന് കരുതി അച്ഛൻ ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ പാടുണ്ടോ? അച്ഛനാണെന്നുണ്ടെങ്കിൽ അച്ഛനില്ലാത്തതിൻ്റെ വിഷമം ഒരിക്കലും മക്കളുടെ മനസ്സിൽ കാണിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് വിഷമാവില്ലേ? പിന്നെ വിഷമാവും. അതുകൊണ്ട് ഡെയിലി നീ ഇവനും കൂടിയേ അച്ഛനെ സന്തോഷിക്കാൻ വേണ്ടി കോമാളി വേഷം കെട്ടി ഇവിടെ നിന്നോ. സച്ചി, നീ എന്നോട് സംസാരിക്കണ്ട. ആൻറ്റി അങ്കിൾ എന്താ ഡ്രസ്സ് മാറാത്തത്? ഇവർ ഡ്രസ്സ് മാറാത്തത് പോട്ടേന്ന് വെക്കാം, പക്ഷെ നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പം രവി പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, അച്ഛാ ഞാൻ പറയാം, ഇവിടെ ഒരു ഫംഗ്ഷനും നടക്കുന്നില്ല. ഇവിടെ സച്ചി, നീ ചുമ്മാ അതും ഇതും പറയാതെ. എടാ സുധി മണ്ട. മണ്ടനോ? അതേടാ മണ്ട. ശ്രീകാന്തും വർഷയും പിരിഞ്ഞു. ശ്രുതി, ഇവൻ പറയുന്ന കേട്ടോ. എടാ ആ മോഹൻ നിന്റെ മനസ്സിലിരിക്കത്തുള്ളൂ. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന്. നിന്റെ മനസ്സിലുള്ള മോഹം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് നല്ല ഷാപ്പാടടിക്കണം. എടാ ആ പാർട്ടിയൊക്കെ ക്യാൻസൽ ചെയ്തു. പാർട്ടി ക്യാൻസൽ ചെയ്തെന്നോ? എങ്ങനെ? എടാ ശ്രീകാന്തും വർഷയും തമ്മിൽ എന്തോ ഉടക്കുണ്ടായി. ഇപ്പം വർഷ വന്ന് അവളുടെ ബാഗും പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോയി. അപ്പോൾ മന്തി? എടാ നീ വിഷമിക്കണ്ട, അവരെന്തായാലും ഫുഡ് ഉണ്ടാക്കി കാണും. ആ ഫുഡ് എന്തായാലും ഇവിടെ എത്തിക്കാതിരിക്കില്ല, കാശ് കൊടുക്കാൻ വേണ്ടി വരും. അങ്ങനെയാണല്ലേ? അപ്പം നമുക്ക് ഫുഡ് ഇവിടെ എത്തും. അപ്പം പിന്നെ കുഴപ്പമില്ല. അച്ഛാ, അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ? അവരുടെ ജീവിതം കുട്ടിച്ചോറായാലും കുഴപ്പമില്ല, അവനെ തിന്നാൻ കിട്ടിയാൽ മതിയെന്ന്. ഇത് കേട്ടപ്പോൾ ചന്ദ്ര മനസ്സിൽ കരുതുന്നുണ്ട്, മനുഷ്യനെ നാണം കെടുത്താൻ. അത് പിന്നെ അച്ഛാ അമ്മേ മിണ്ടാടിരിയടാ സുധി. അല്ല അവർക്കെന്താ പറ്റിയത്? നീയും ഇവള് അറിഞ്ഞിട്ട് എന്തിനാടാ? ആൻറ്റി, എന്തു പറ്റി വർഷയ്ക്കും ശ്രീകാന്തിനും? അവർ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നും അറിയില്ല ശ്രുതി മോളെ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ഇനി എന്തൊക്കെ ഉണ്ടാവും ആവോ. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പ്രിയയുടെ അടുത്ത് തന്നെ ആയിട്ട് ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട്. പ്രിയ ഇപ്പോൾ ഓക്കെ അല്ലേ? കുഴപ്പമില്ല ശ്രീകാന്തേ, ഇപ്പം നല്ല ആശ്വാസമുണ്ട്, പെയിന് കുറവുണ്ട്. ശ്രീകാന്തേ, എനിക്കൊരു കാര്യത്തെ മാത്രമേ വിഷമമുള്ളൂ. നിന്റെ വൈഫ് നമ്മളെ കണ്ടപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞല്ലോ. അതൊന്നും പ്രിയ കാര്യമാക്കണ്ട, ഞാൻ പോയിട്ട് അതൊക്കെ ശരിയാക്കിക്കോളാം. എന്തായാലും നിന്റെ വൈഫിന് എന്തൊരു പൊസസീവ്നെസ്സാ, നമ്മളെക്കുറിച്ച് അങ്ങനെയൊക്കെ തെറ്റായി ചിന്തിച്ചല്ലോ. അത് പിന്നെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആ ദിവസം തന്നെ ഒരു പെണ്ണിനെ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടതിൻ്റെ ഷോക്ക് അവക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവൾക്ക് മനസ്സിലാവും. ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞിട്ടല്ലേ പോയത്. അതവൾ മിക്ക ദിവസങ്ങളിലും പറയാറുള്ളതാ, അതൊന്നും കാര്യമാക്കണ്ട പ്രിയ. എന്നാലും ശ്രീകാന്തിൻ്റെ വൈഫിന് കുറച്ച് ഷാട്ടിങ് കൂടുതലാ. കുറച്ച് കാശുണ്ടെന്ന് കരുതിയിട്ട് ഇത്ര അഹങ്കാരം പാടില്ല. അവക്കങ്ങനെ അഹങ്കാരമുള്ള കൂട്ടത്തിലൊന്നുമല്ല. പിന്നെ ഇത് കണ്ടപ്പോൾ ചെറുതായിട്ട് അവക്ക് പൊസസീവ്നെസ് അടിച്ചതാ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ശ്രീകാന്തിന് അതിനേക്കാൾ നല്ല പെൺകുട്ടികളെ കിട്ടും. അങ്ങനെ ഒഴിവാക്കാനായിരുന്നെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പ്രിയേ. എനിക്കവൾ ജീവനാ. ഞാൻ ഒരിക്കലും അവളെ അവിശ്വസിക്കില്ല. പിന്നെ ഇന്ന് പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് ഷോക്കായതാ. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയ അവൾ ശരിയാവും. കൂടുതലായിട്ട് അവളുടെ മുന്നേ ശ്രീകാന്ത് താഴ്ന്നു കൊടുക്കാനൊന്നും നിൽക്കണ്ട. കാരണം ശ്രീകാന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശ്രീകാന്ത് പറയുന്നത് മുഴുവനായിട്ട് അവൾ കേൾക്കാൻ കൂട്ടാക്കാനിട്ടല്ലേ. എന്തായാലും പ്രിയ ഞങ്ങളുടെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഭർത്താവായി എനിക്കറിയാം. പ്രിയെ, ഇപ്പം പ്രിയയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
പ്രിയയുടെ ബന്ധുക്കളും വരുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കോട്ടെ. അവിടെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുക. ആ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് എത്തണം. ശ്രീകാന്തിന് പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇനിയിപ്പോൾ ഫംഗ്ഷനൊക്കെ നടക്കുമോ? അതെന്താ നടക്കുന്നതിന് കുഴപ്പം? അല്ല, പെൺകുട്ടികളുടെ സാധാരണ സ്വഭാവം വെച്ചിട്ട് നിന്റെ ഭാര്യ ഇപ്പം നിന്റെ വീട്ടിലെത്തിക്കാണും ശ്രീകാന്തേ. ഹേയ്, അവൾ അങ്ങനെയുള്ള ആളൊന്നുമല്ല. അവൾ ചിലപ്പോൾ വീട്ടിൽ കാണും. എന്നോട് ചെറിയ ദേഷ്യം ഉണ്ടാവുന്നുള്ളൂ. ശരി. അയ്യോ, ഇപ്പോൾ അതേ ഭാഗത്ത് വേദനയുള്ള പോലെ ശ്രീകാന്തേ. ഓ അയ്യോ, ഇവിടെയാണോ? അവിടെ തന്നെ. ശ്രീകാന്തേ, ഒന്ന് പതുക്കെ തടവിതാ. ഇതും പറഞ്ഞുകൊണ്ട് വമ്പൻ ആക്ടിങ്ങിലാണ് കേട്ടോ പ്രിയ. ആ സമയത്താണ് പ്രിയയുടെ ഫാമിലി അങ്ങോട്ട് വരുന്നത്. അയ്യോ മോളെ, മോക്കിത് എന്തു പറ്റി? അങ്കിളെ, ആൻറ്റി, ഞാൻ വിളിച്ചപ്പോൾ കാര്യം പറഞ്ഞിരുന്നല്ലോ. കാര്യമൊക്കെ പറഞ്ഞു. എന്നാലും ആ സ്റ്റാഫിനെ ഇന്ന് തന്നെ അവിടുന്ന് പറഞ്ഞു വിടണം. അയ്യോ, അവൻ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ പ്രിയ ശ്രദ്ധിക്കാതെ നടന്നതാ. ശ്രീകാന്തേ, ഞാൻ ശ്രദ്ധിക്കാതെ നടന്നിട്ടൊന്നുമില്ല. അവന് ശരിക്ക് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വഴുതി വീണത്. അതുകൊണ്ട് അവൻ്റെ ജോലി തീർപ്പിക്കണം. അവൻ നാളെ മുതൽ അവിടെ ഉണ്ടാവാൻ പാടില്ല. പ്രിയെ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. അവനൊരു പാവമാണ്. അവൻ്റെ കുടുംബത്തിന് അവനെന്തെങ്കിലും സമ്പാദിച്ചാലേ കിട്ടൂ. അതുകൊണ്ട് പെട്ടെന്നൊക്കെ ആ പാവത്തിന് പറഞ്ഞു വിടാന്ന് വെച്ചാ. അപ്പോൾ പ്രിയയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ, ശ്രീകാന്ത് അവിടുത്തെ സ്റ്റാഫല്ലേ, ഞങ്ങൾ അവിടുത്തെ ഓണേഴ്സാണ്. ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. ശ്രീകാന്ത് ഇന്ന് തന്നെ ചെന്നിട്ട് ആ സ്റ്റാഫിനെ പുറത്താക്കിയേ പറ്റൂ. ശരി മാഡം. പ്രിയെ, ഞാൻ പോട്ടെ. ശരി, ഇടയ്ക്ക് വരണേ ശ്രീകാന്തേ. ഞാൻ ഇടയ്ക്ക് വരാം. ഇതും പറഞ്ഞ് ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ പ്രിയെ, നല്ല പയ്യനാണല്ലേ? അതെ അമ്മേ, ഞാൻ പറയാറില്ലേ ശ്രീകാന്തിനെ കുറിച്ച്? അതെ, നിന്റെ അച്ഛനും നിനക്കും അവനെപ്പറ്റി പറയുമ്പോൾ 100 നാക്കാ. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇപ്പോഴല്ലേ അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. ഇനി മോള് വേണമെങ്കിൽ അവനെ വളച്ചോ, ഞാൻ എന്തായാലും കൂടെ നിൽക്കാം. അപ്പം പ്രിയയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, നീ എന്തൊക്കെയാ സുമംഗലി പ്രിയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആ പയ്യൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞതാ. നമ്മുടെ മോള് അവൻ്റെ 2ാം കെട്ടായി മാറും. അതിനെന്താ, നിങ്ങളുടെ മോൾ അത്ര നല്ല ആളാണോ? ഇവളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ്റെ 2ാം കെട്ട് എത്രയോ ഭേദാ. മമ്മി മോൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വർഷയുടെ വീടാണ് കേട്ടോ. വർഷയാണെന്നുണ്ടെങ്കിൽ ബാഗും കൊണ്ട് അങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നുണ്ട്. ഇത് കണ്ട മഹിമ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. മോളെന്താ ഒന്നും പറയാതെ വന്നത്? എന്താ, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പറയാതെ വന്നൂടെ? പറയാതെയൊക്കെ വരാം, പക്ഷേ ഇപ്പോൾ വന്നതിൻ്റെ അർത്ഥം എന്താന്നാ ചോദിച്ചത്. എന്തു പറ്റി? രേവതിയുമായിട്ട് മോള് വഴക്ക് കൂടിയോ? അതോ ആ സച്ചിയായിട്ടോ? മോള് പറ, അവന് വേണ്ടത് എന്ത് ചെയ്യണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. നിങ്ങൾ എന്ത് ചെയ്യും സച്ചേട്ടനെ? സച്ചേട്ടനെന്നാ വിളി. അപ്പം പിന്നെ അവന് അവൻ്റെ ഭാര്യയായിട്ടല്ല പ്രശ്നം. അതൊക്കെ പോട്ടെ മോളെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ശ്രീകാന്ത്, അവൻ എനിക്ക് വേണ്ട. അവൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി തരണം. ശ്രീകാന്തോ? മോളെ, ശ്രീകാന്ത് നിന്റെ ഭർത്താവാ? അതെ, എൻ്റെ ഭർത്താവാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഭർത്താവ് വേണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കി തരാൻ പറ്റോ ഇല്ലയോ? അത് പിന്നെ മോളെ, പറ്റോ ഇല്ലയോ? ഇത് കേട്ടോണ്ടാണ് മധുസൂദൻ അങ്ങോട്ട് വരുന്നത്. പറ്റും. അപ്പം തന്നെ മഹിമ പറയുന്നുണ്ട്, ദേ നിങ്ങൾ എന്തു ഭാവിച്ച മധുവേട്ടാ? മോൾക്ക് ഇപ്പോഴാണ് അവനെ മനസ്സിലായത്. അങ്ങനെ വന്നപ്പോൾ മോളുടെ തലേന്ന് അവൻ ഒഴിവാക്കി തരാൻ പറയുന്നു. അപ്പം പിന്നെ ഒരു അച്ഛനെന്ന നിലക്ക് ഞാനത് ചെയ്തു കൊടുക്കണ്ടേ മഹിമേ? എൻ്റെ മധുവേട്ടാ, മര്യാദയ്ക്ക് അവൾ ജീവിച്ചു പോവാ. ഇതെങ്ങാനും ബന്ധം വേർപ്പെട്ട നമ്മളൊക്കെ ബാക്കിയുള്ളവരുടെ എന്ത് പറയും? മഹിമേ, നമ്മുടെ മോളാണിത്. അവളുടെ പ്രൊട്ടക്ഷൻ നമ്മൾ വേണം ഉറപ്പുവരുത്താൻ. അതിന് മധുവേട്ടൻ എന്താ ഇവരുടെ ബന്ധം വേർപ്പെടുത്താൻ പോവാണോ? അങ്ങനെ മോൾ ആവശ്യപ്പെട്ട അങ്ങനെ ചെയ്തല്ലേ പറ്റൂ മഹിമേ. പിന്നെ നിങ്ങൾ ആരെയാ കണ്ടുവച്ചേക്കുന്നത്? ഞാൻ ആരെയും കണ്ടുവച്ചിട്ടൊന്നുമില്ല അച്ഛാ. എനിക്കിനി ആരെയും വേണ്ട. എനിക്കിപ്പോൾ ഡിവോഴ്സ് മതി. ആയിക്കോട്ടെ, മോൾക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രൊസീജിയേഴ്സൊക്കെ അച്ഛൻ ഇപ്പം തന്നെ നോക്കാം. മധുവേട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. ഇത് നമ്മുടെ മോളുടെ ജീവിത പ്രശ്നമാണ്. പറഞ്ഞു ഒതുക്കുന്നതിന് പകരം നിങ്ങൾ ഡിവോഴ്സ് എത്തിക്കുകയാണോ? ദേ മോളെ, ശ്രീകാന്തിനെ പോലൊരു നല്ല പയ്യനെ നിനക്കെനി കിട്ടില്ല. ദേ, നിനക്കറിയാലോ, നിന്റെ അച്ഛൻ ഒരുത്തന്നെ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത്. അവന്റെ സ്വഭാവം പിന്നീടല്ലേ നമുക്ക് മനസ്സിലായത്. അതുപോലെ ഏതെങ്കിലും ഒരു കഴിവ് കെട്ടവൻ വരും നിന്നെ ഇനി കെട്ടാൻ. അവൻ ഇനിയും നിന്നെ ഭീഷണിപ്പെടുത്തും എന്ന് കരുതി പൊറുക്കാൻ പാടില്ലാത്ത തെറ്റും ക്ഷമിച്ച് ഞാൻ അവൻ്റെ കൂടെ ഇനി ജീവിക്കണോ? ആ സമയത്ത് മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, മോളെ, നീ ഇപ്പം അവനുമായിട്ട് പിരിയാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? അത് ഞാൻ ചോദിക്കാൻ വിട്ടു. എന്താ മോളെ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് രണ്ടുപേർക്കും അറിയണോ? എന്നാ കേട്ടോ. ഇതും പറഞ്ഞുകൊണ്ട് നടന്നതെല്ലാം വിവരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇവൻ ഇങ്ങനെ ഒരുത്തനായിരുന്നു മധുവേട്ടാ. ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് അവനെക്കുറിച്ച് എന്തൊക്കെയായിരുന്നു പറയാനുണ്ടായിരുന്നത്? 100 നാക്കല്ലായിരുന്നു അവനെക്കുറിച്ച്. ഇപ്പം അവൻ എങ്ങനെയുള്ള ആളാന്ന് മോളുടെ വായിലൂടെ തന്നെ അറിയാൻ പറ്റിയില്ലേ? ഇതാ പറയുന്നത്, അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കണമെന്ന്. അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. എല്ലാവരും നല്ലവരാണെന്ന് കരുതി എടുത്തു ചാടലല്ല. ഇപ്പം എന്തായി? അച്ഛനെ വിഷമിപ്പിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് എന്ത് സംഭവിച്ച്? അച്ഛാ, ഇനി എനിക്ക് അതൊന്നും കേട്ട് നിൽക്കാൻ സമയമില്ല. എനിക്ക് തെറ്റുപറ്റി, അത് ഞാൻ സമ്മതിച്ചു.
പക്ഷേ ഇനിയൊരു നിമിഷം ഞാൻ അവൻ്റെ കൂടെ ജീവിക്കില്ല മോളെ. എന്നാലും ഒരിക്കൽ കൂടി ചിലപ്പോൾ വേറെന്തെങ്കിലും. അമ്മ ഇനിയൊന്നും മിണ്ടരുത്. അമ്മ തന്നെയല്ലേ അവനും അവളും പുറത്ത് പോയി ഷോപ്പിംഗ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ അവനോടുള്ള വിശ്വാസം കാരണം ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു. അല്ല മോളെ, വെഡിങ് ആനിവേഴ്സറിന് ഫംഗ്ഷൻ വെച്ചതല്ലായിരുന്നു അന്ന് തന്നെ അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യണമായിരുന്നു. പിന്നെന്താ, ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും അവൻക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നീ ഇല്ലെങ്കിൽ അവള്, രണ്ടുപേരും കോടീശ്വരന്മാര്. പൂളിങ്കൊമ്മി നോക്കി തന്നെയാ മധുവായിട്ട് അവൻ പിടിക്കുന്നത്. എൻ്റെ മഹിമേ, ഇനി നമ്മുടെ മോളെ തലേന്ന് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുവരെ ഞാൻ അതിനെതിരായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറയുക, അവനെ പോലെ ഒരുത്തന്നെ നമ്മുടെ മുക്ക് വേണ്ട. അങ്ങനെ പറയ്. അല്ല മഹിമേ, നീ ഇതുവരെ എന്നെ ആ ചന്ദ്രോദയത്തിലോട്ട് വരാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ വരും. അല്ല, അച്ഛനും അമ്മയും എന്തിനാ അങ്ങോട്ട് പോകുന്നത്? 2 വർത്തമാനം പറയാൻ. മക്കളെ ഇങ്ങനെ നാണം കെട്ട രീതിയിലാണോ വളർത്തുന്നതെന്ന് ആ രവിയുടെ മുഖത്ത് നോക്കി എനിക്ക് കാർക്കിച്ച് തുപ്പി ചോദിക്കണം. പിന്നെ ബാക്കി ആ സച്ചിക്ക കൊടുക്കാനുള്ളത്. അനിയൻ വൃത്തിയായിട്ട് പ്രവൃത്തി ചെയ്തതുകൊണ്ട് അവനെന്ത് പറയാനും ന്യായീകരിക്കാനും ഉണ്ടാവുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്നിട്ടാവാൻ ഡിവോഴ്സും മറ്റു കാര്യങ്ങളും. മഹിമേ, നീ ഡ്രസ്സ് മാറ്, നമുക്കിറങ്ങാം. ശരി മധുവേട്ടാ. ഇതും പറഞ്ഞവർ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രോദയം വീടാണ്. ശ്രീകാന്ത് ആണെങ്കിൽ വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കിയിട്ട് ചന്ദ്രോദയം വീടിന്റെ അകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട്. എന്നാൽ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ രവി കൈ വെച്ച് തടയാൻ കേട്ടോ. നിക്ക്. അച്ഛാ, എന്താ അച്ഛാ? നീ കയറാൻ വരട്ടെ. അതിനു മുന്നേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ അച്ഛാ? ഫംഗ്ഷൻ തുടങ്ങാനായില്ലേ? എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഏത് ഫംഗ്ഷൻ? വെഡിങ് ആനിവേഴ്സറിന്റെ ഫംഗ്ഷൻ. അപ്പം സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, മുണ്ട് മടക്കി കൊടുത്തോണ്ട്. അതൊക്കെ ക്യാൻസലായി. ക്യാൻസലായിരുന്നോ? ഞാനല്ലേ അതൊക്കെ ഏർപ്പാടാക്കിയത്. അത് ഞാൻ ക്യാൻസൽ ചെയ്തു. എന്താ സജ്ജേട്ട കാണിച്ചത്? സജ്ജേട്ടൻ എന്തിനാ അത് ക്യാൻസൽ ചെയ്തത്? പിന്നെ എന്ത് വേണമായിരുന്നടാ? നിന്റെ കൂടെ ഞങ്ങൾ മാത്രം ആഘോഷിക്കണമായിരുന്നോ? നിന്റെ ഭാര്യ വേണമെന്നില്ലേ? വർഷ ഇവിടെ ഇല്ലേ? അപ്പം രേവതി വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, വർഷയുടെ വീട്ടിലെത്തി. നീ അത്രയും വലിയ തെറ്റല്ല അവളോട് ചെയ്തത്. ഞാനെന്താ തെറ്റ് ചെയ്തെന്ന്? എടാ, നീ ഏത് പെണ്ണിനാടാ എടുത്ത് പൊക്കിയത് അവളുടെ മുന്നിൽ വെച്ച്? അപ്പം ഇവിടെ വെച്ച് ആ പ്രശ്നം ഉണ്ടായല്ലേ? അല്ല, അതിനെന്തിനാ അവൾ അവളുടെ വീട്ടിൽ പോയത്? പിന്നെ എന്ത് വേണമായിരുന്നു? എടാ ശ്രീകാന്തേ, നീ എൻ്റെ അനിയനായതുകൊണ്ട് എനിക്ക് നിന്നെ അറിയാം. നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? എന്നാൽ ഇത് കേട്ടോണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. ഷെടാ, നിങ്ങളെല്ലാവരും കൂടി അവനിങ്ങനെ വീർപ്പ് മുട്ടിക്കണോ? അവനൊന്ന് അകത്തോട്ട് വന്നോട്ടെ. ആണുങ്ങളായാലേ ചിലപ്പോൾ ചില പെണ്ണുങ്ങളെ പൊക്കിയെന്നൊക്കെ വരും. അതിനിത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം രേവതി പറയുന്നുണ്ട്, അമ്മേ, അത് അമ്മയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം അമ്മയ്ക്ക് മനസ്സിലാവും. അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട്, ദേ അമ്മേ, ഞാൻ അത്രക്കാരനൊന്നും അല്ല. എൻ്റെ ഭാര്യയെ വഞ്ചിച്ച് ഞാനങ്ങനെ മറ്റു പെണ്ണിൻ്റെ പിന്നാലെ പോവത്തുമില്ല. എടാ ശ്രീകാന്തേ, പിന്നെ എന്താ സംഭവിച്ചത്? നീ അത് ആദ്യം തുറന്നു പറയും. ഏട്ടാ, അർജൻറ്റായിട്ട് ഒരു ഓർഡർ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്ത് പെട്ടെന്ന് പ്ലേറ്റൊക്കെ തട്ടി താഴെ വീടുന്നൊരു ശബ്ദം കേട്ടു. ഇത് കണ്ട് ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് കാല് തെന്നി വീണതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്ലേറ്റ്സൊക്കെ താഴെ വീണ് പൊട്ടി. അതിന് കൂടെ കുറച്ച് ഫുഡും വേസ്റ്റായി. അയ്യോ, എന്നിട്ടെന്താ? പ്രിയ ചുമ്മാ അയാളെ വഴക്ക് പറയാൻ നിൽക്കുമായിരുന്നു. ഞാൻ അയാളെ ഒരു വിധത്തിന് അവിടുന്ന് പറഞ്ഞയച്ചു. പിന്നെ ഒരു ക്ലീനർ വന്ന് അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രിയ അത് ശ്രദ്ധിക്കാതെ ഫോൺ വിളിച്ച് അവിടുന്ന് നടന്നു. അതിൽ പ്രിയ കാല് തെന്നി താഴെ വീണു. എന്നിട്ടെന്തുണ്ടാവാനാ? പ്രിയക്കൊന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. കാല് നല്ല നീര് വെച്ച് തടിച്ചു. കാലിന് എല്ലിന് ഫ്രാക്ചറാ. അയ്യോ, അപ്പോൾ അവർക്ക് നടക്കാൻ പറ്റിയില്ലേ? ഇല്ല, അവരെ കൊണ്ട് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ആണും പെണ്ണെന്നൊക്കെ നോക്കാൻ പറ്റുമോ? ആണായാലും പെണ്ണായാലും നമ്മൾ സഹായിക്കേണ്ട സച്ചേട്ടാ. ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ വേണ്ടേ സഹായിക്കാൻ. ഞാൻ എൻ്റെ കൈകൊണ്ട് പ്രിയെ എടുത്തു. അങ്ങനെ പ്രിയയെ കാറിലേക്ക് കൊണ്ടുപോയായിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി. ആ സമയത്താ എൻ്റെ കഷ്ടകാലത്തിന് വർഷം അങ്ങോട്ട് വന്നത്. ഓഹോ, അത് ശരി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. രേവതിയെ, അപ്പം കാര്യകാരണം ബോധ്യപ്പെട്ടല്ലോ? ബോധ്യപ്പെട്ടു. അപ്പം പിന്നെ വർഷ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാം. എടാ സച്ചി, നീ വർഷയെ തിരികെ കൊണ്ടുവരാനൊന്നും പോണ്ട. ഇവിടെ നാരും പോണില്ല. അവൾക്ക് തോന്നുമ്പോൾ അവൾ ഇങ്ങോട്ട് വരട്ടെ. അമ്മേ, വർഷ ഇവിടുന്ന് പോയിരിക്കുന്നതേ ചുമ്മാ പോവാന്നും പറഞ്ഞിട്ടല്ല പോയത്. ചുമ്മാ തല്ലു കൂടിയിട്ടുമല്ല പോയത്. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാ. വർഷയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ. അവളുടെ സ്വഭാവം വെച്ച് വക്കീൽ നോട്ടീസിൽ അവളിപ്പോൾ ഒപ്പിട്ട് കാണും. അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഒന്നും പറയാൻ പറ്റില്ല അമ്മേ. അയ്യോ, എടാ ശ്രീകാന്തേ, എന്നാ പിന്നെ നീ അവളെ പോയിട്ട് പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വാടാ. സച്ചേട്ടാ, അവളിങ്ങനെ ചെറിയ പ്രശ്നങ്ങൾക്ക് തെറ്റിപ്പിരിഞ്ഞ് വീട്ടിൽ പോകുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ, അവൾക്കത് നല്ല ഹേർട്ടായിട്ടുണ്ട്. ഇന്ന് വെഡിങ് ആനിവേഴ്സറിയും കൂടിയല്ലേ. ആ സമയത്ത് ഒരു അന്യ പെണ്ണിനെ നീ എടുക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വിഷമായി കാണും. അത് വിടടാ. നീ അവളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവളെ തിരികെ കൊണ്ടുവാ. പക്ഷേ അതത്ര എളുപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല സച്ചേട്ടാ. ആ സമയത്താണ് കേട്ടോ അങ്ങോട്ട് മധുസൂദനും അതുപോലെ തന്നെ മഹിമയും കയറി വരുന്നത്.
കൊള്ളാം കൊള്ളാം കൊള്ളാം. ഫാമിലി മൊത്തത്തിൽ എൻ്റെ മോളെ വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള കുതന്ത്രമനുവായിരിക്കും. ഇത് കണ്ട രവി പറയുന്നുണ്ട്, മധുസൂദനെ. എന്താടാ നോക്കുന്നത് രവി? മധുസൂദനൻ തന്നെയാ. ഇങ്ങനൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിലോട്ട് വരാൻ കാത്തിരിക്കുക തന്നെയായിരുന്നു മധുസൂദൻ. തനിക്കറിയോ, എൻ്റെ മകൾ എന്തെങ്കിലും അങ്ങനെ വന്നു കയറുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം സച്ചി പറയുന്നുണ്ട്, ഡോ താനെന്താ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ അച്ഛനെ ഓരോന്ന് പറയുന്നു. എടാ സച്ചി, ഞാനും നീയും തമ്മിലേ, നിൻ്റെ അച്ഛനും നീയും തമ്മിലുള്ള ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ഒരച്ഛൻ്റെ സ്ഥാനമാണ് നിനക്ക് ഞാൻ. എന്നെ നീ തല്ലി, അതൊക്കെ ഞാൻ പോട്ടേന്ന് വെച്ചു. പക്ഷേ ഇതെൻ്റെ മകളുടെ ജീവിത പ്രശ്നമാണ്. അവളിപ്പോൾ എന്നോട് ഡിവോഴ്സ് ചോദിച്ചിരിക്കുക. ഡിവോഴ്സോ? അങ്കിളെ, അതിന് മാത്രം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നീ മിണ്ടരുത്. ഹേടാ, നിന്നെ വിശ്വസിച്ചല്ലടാ എൻ്റെ മോള് നിൻ്റെ കൂടെ ഇറങ്ങി വന്നത്, ഞങ്ങളെയൊക്കെ വഞ്ചിച്ചോണ്ട്. എന്നിട്ടും നീ പാല് തന്ന കൈക്ക് എന്നെ കൊത്തിയില്ലേടാ. അങ്കിളെ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഉണ്ടായ സംഭവങ്ങളൊന്നും അറിയാനിട്ടാ നിങ്ങൾക്ക്. ഞങ്ങൾക്കൊന്നും അറിയണമെന്നില്ല. ദയവ് ചെയ്ത് ഇനി അവകാശവും പറഞ്ഞ് നിങ്ങളാരും എൻ്റെ വീടിൻ്റെ പടിക്ക് പോലും കണ്ടുപോരുത്. നാളെന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളും പോയിട്ട് വക്കീൽ നോട്ടീസ് റെഡിയാക്കും. അതിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി ശ്രീകാന്ത്. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് പേടിയാവാൻ കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, മഹിമേ, എന്തൊക്കെയാണ് മധുസൂദനൻ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? ചേച്ചിയുടെ മകൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഇവനെ മാത്രം സപ്പോർട്ട് ചെയ്ത് മധുവേട്ടനോട് സംസാരിക്കുമായിരുന്നു. എന്ന് ഇപ്പം ഇവനെക്കുറിച്ച് ഒന്നും മിണ്ടാൻ എനിക്ക് പറ്റുന്നില്ല. എടോ രവി, തന്നോട് ഞാനൊരു കാര്യം പറയാനാ വന്നത്. മക്കളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്താൻ പഠിക്കടോ. എടോ, താൻ എൻ്റെ അച്ഛനെ എന്ത് പറഞ്ഞടോ? സച്ചി നിൽക്ക്. അച്ഛാ, ഇയാൾ പറഞ്ഞത് നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്. അയാൾ പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ അവനെ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയൊന്നുമല്ലല്ലോ. അവനായിട്ട് വലിഞ്ഞു കയറി വന്നതല്ലേ. അവൻ പറയുന്നതൊക്കെ പറയട്ടെ. എനിക്ക് നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പറയേണ്ടത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം. ഇല്ലെങ്കിൽ നല്ല വീട്ടിലെ പെൺപിള്ളേരെ വഴി തെറ്റിച്ച് ഇവന്മാരൊക്കെ ഇതുപോലെ വീണ്ടും ചെയ്യും. എടോ സച്ചി, നിന്നോടല്ലേ പറഞ്ഞത്? അച്ഛാ, ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? സച്ചിയോട് ഞാൻ മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. കഴിഞ്ഞല്ലോ, എന്നാൽ പിന്നെ മത്സരത്തിന് പോവാം. ഞാൻ പോവാൻ തന്നെയാണോ വന്നത്. അതിനു മുമ്പ് ഇനിയൊരു അവകാശവും പറഞ്ഞ് ആരും എൻ്റെ വീട്ടിൽ കാല് കുത്തരുത്. അങ്കിളെ, അങ്കിൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എൻ്റെ ഭാര്യയാണ് വർഷ. അവൾ എന്നെക്കുറിച്ച് തെറ്റായി ധരിച്ചിരിക്കുക. അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. നീ ആരെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നാടാ? അവളെയോ? അവളതിന് നിന്നെ കാണാൻ കൂട്ടുവെച്ചിട്ട് വേണ്ടേ? ശ്രീകാന്തേ, അവൾക്ക് നീ ജീവനായിരുന്നു. പക്ഷെ നീ എൻ്റെ മോളെ ചതിച്ചില്ലേ? ആൻറ്റി, നിങ്ങൾക്കൊക്കെ തെറ്റ് പറ്റിയതാ. ഞങ്ങൾക്കൊരു തെറ്റും പറ്റില്ല. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ മോൾക്ക് പറ്റില്ല. എല്ലാത്തിനും കാരണക്കാരി ഈ സച്ചിയും രേവതിയായിരിക്കും. അവർ വളം വെച്ചിട്ടാ നീ ഇങ്ങനെയൊക്കെ ആയത്. രേവതിയെ, അതും നമ്മുടെ തലയിലേക്കാ. സച്ചേട്ടൻ മിണ്ടാതിരിക്കേ. എന്താ മഹിമ നോക്കിക്കുന്നത്? നമുക്ക് പോവാം. ഇതും പറഞ്ഞ് മഹിമയും കൂട്ടി മധുസൂദനൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ശ്രീകാന്തനാണെങ്കിൽ വലിയ വിഷമാവാണ് കേട്ടോ. സച്ചേട്ടാ, അവളെപ്പോഴത്തേക്കും ഡിവോഴ്സിനൊക്കെ പറഞ്ഞു. എന്നാലും അവളെന്നെ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സച്ചേട്ടാ. എടാ, എല്ലായ്പ്പോഴും എല്ലാവരുടെ മനസ്സ് ഒരുപോലെ ആയിരിക്കില്ല. ദേ, ഇപ്പം പോയവരുണ്ടല്ലോ, അവരെ പോലെ ഒരു അച്ഛനും അമ്മയും മതി മക്കളെ മനസ്സ് പറഞ്ഞ് തിരുത്താൻ. അതുകൊണ്ട് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഡിവോഴ്സിലോട്ട് കാര്യം എത്തിക്കാതെ വർഷയെ ചെന്ന് കാണാം. ഞാനും രേവതിയും ആദ്യം ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം നീ കണ്ടാൽ മതി. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, ഏയ് അത് വേണ്ട, ആദ്യം ഇവൻ തന്നെ സംസാരിക്കട്ടെ. മോനെ, നീ പോയി സംസാരിച്ചാൽ അവൾ എന്തായാലും വരും. ദേ, അന്ന് നീ ഒരു ഡയമണ്ടിൻ്റെ റിങ് കൊടുത്തില്ലേ? അതിന് പകരം ഇന്ന് ഡയമണ്ടിൻ്റെ മാല കൊടുക്ക്. അപ്പം അവൾ എന്തായാലും വരും. ഒന്ന് പോവാ അമ്മേ. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തേണ്ടവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. പിന്നെ നീ ഇവളും കൂടി അങ്ങ് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തും. ചന്ദ്രേ, ഒന്ന് മിണ്ടാതിരിക്കേ. സച്ചി എന്താ പറയുന്നത് കേൾക്കാദ്യം. അച്ഛാ, വേറൊന്നുമല്ല. ഇവന് വേണ്ടി ഞങ്ങൾ സംസാരിക്കാം. ഒരച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്നിട്ട്. എന്തായാലും ഇവർ പിരിയാൻ പാടില്ല. ഈ ബന്ധം യോജിപ്പിക്കാൻ രേവതി ഒരു നിമിത്തമായെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനും രേവതിയെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സച്ചി, നീയും രേവതിയുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അതോട് കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാനും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.